പഠിച്ചവരുടെ അടുക്കൽ പോയിട്ട് ഒരു ഗുരു ശിഷ്യ ബന്ധം പുലർത്തിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ബുദ്ധിമാൻ ചെയ്യേണ്ടത്. ഖുറാനിൽ ഇപ്പം നമ്മളൊക്കെ ചിന്തിക്കും, അപ്പം അങ്ങനെയൊക്കെ പഠിച്ചാലേ ഖുറാൻ പഠിയുള്ളൂ എന്നൊക്കെ ഒരു സംശയം വരും. അപ്പം പഠിക്കാൻ ഇറങ്ങിയവർ ഏകദേശം അത്ര സമയം എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എന്നാ അറിയാം. ഇപ്പോൾ ഇതൊക്കെ ആലിമീങ്ങളുടെ റൂട്ടിൽ, പണ്ഡിതന്മാർ ഇസ്ലാമിക് സ്കോളേഴ്സിൻ്റെ റൂട്ടിലാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. നമുക്കറിയാം ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ മോറിസ് ബുക്കായിൻ്റെ പഠന കാലയളവ്, ഖുർആൻ പഠിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്തത് 10 വർഷത്തോളം. ആ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ മുസ്ലിം ആയിട്ടുണ്ട് അദ്ദേഹം. മാത്രമല്ല, ഖുർആനിൽ നിന്ന് എംബ്രിയോളജി സിസ്റ്റത്തിനെ കുറിച്ച് മുമ്പ് ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട് ഖുർആനെ ആസ്പദമാക്കിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ, നമ്മൾ വിചാരിക്കും ഇത് ഇത്രേ പഠിക്കാൻ, അപ്പോൾ എല്ലാവർക്കും ഇത് പഠിക്കാൻ പറ്റില്ല. പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് പഠിച്ചവരുടെ അടുക്കൽ പോയിട്ട് ഒരു ഗുരു ശിഷ്യ ബന്ധം പുലർത്തിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ബുദ്ധിമാൻ ചെയ്യേണ്ടത്. കാരണം അതിൽ വരുന്നൊരു തെറ്റ് സ്വാഭാവികതയാണ്. അതെങ്ങനെ തിരുത്തപ്പെടും? വൈരുദ്ധ്യങ്ങൾ തോന്നിപ്പിക്കുന്ന ആയത്തുകൾ ഇത് എങ്ങനെയാണ് നമുക്ക് യോജിപ്പിക്കുക? ഈ പറഞ്ഞ വിഷയം എന്താണ്? അതിന് സബബുൻ നുസൂൽ അറിയേണ്ടി വരും. അവിടെ പറഞ്ഞത് എന്താണെന്ന് ഇവിടെ പറഞ്ഞത് എന്താണെന്നുള്ളത് കൃത്യത ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിയൽ നിർബന്ധമായിരുന്നു.